ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാത്രം നിൽക്കുമ്പോൾ അനുമോൾക്ക് നല്ല ധൈര്യം കൊടുക്കാണ് കേട്ടോ. പക്ഷേ കോടതിയിൽ പോകാനും അവിടെ പോയി സംസാരിക്കാനും ഒക്കെ അനുമോൾക്ക് പേടിയുണ്ട് എന്ന് ചോദിക്കുകയാണ് ബാലൻ. പക്ഷേ അനുമോൾ പറയണം, എനിക്ക് പേടിയൊന്നുമില്ല, അച്ഛനുണ്ടല്ലോ എൻ്റെ കൂടെ, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നതെന്ന്. പക്ഷേ ഗോമതി ശരിക്കും പേടിക്കുന്നുണ്ട് കേട്ടോ. ഗോമതി പറയണം, നീ അവിടെ വക്കീലോ അല്ലെങ്കിൽ ജഡ്ജിയോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മറുത്തൊന്നും പറയരുത്, ചോദിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി, പിന്നീട് അത് എന്തെങ്കിലും പ്രശ്നത്തിന് വഴിതിരിക്കുമെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആനന്ദും ആര്യനൊക്കെ പറയേണ്ട, അങ്ങനെയല്ല അമ്മേ, മൊഴി ഇവൾ കൊടുത്തിട്ടുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ, അത് പ്രകാരമായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ നീ കൊടുത്ത മൊഴി അല്ലാതെ വേറെ എന്തെങ്കിലും അതിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് എതിർക്കാം, അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗോമതി വീണ്ടും പേടിക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ മീനാക്ഷി പറയാണ്, അമ്മേ, നമ്മൾ സാധാരണക്കാർക്ക് ന്യായം കിട്ടാനും നീതി കിട്ടാനുമാണ് കോടതിയിലേക്ക് പോകുന്നത്, അല്ലാതെ അവിടെ പോയി ആരും പേടിക്കേണ്ട കാര്യമില്ല, സത്യമായിട്ട് പോകണം. ബാലൻ പറയണ്ട, അല്ലെങ്കിൽ തന്നെ നമ്മൾ പേടിക്കേണ്ട മോളെ, ന്യായവും സത്യവും ഒക്കെ നമ്മുടെ ഭാഗത്താണുള്ളത്, അതുകൊണ്ട് നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? പറയാൻ ചങ്കൂറ്റത്തോടു കൂടി ധൈര്യം വേണം, അത്രയേ ഉള്ളൂ. ആ ധൈര്യം ഞാൻ നിനക്ക് തന്നിട്ടില്ലേ, എനിക്കൊരു പേടിയില്ല അച്ഛാ, ഞാൻ ധൈര്യമായിട്ട് തന്നെ എല്ലാം പറഞ്ഞോളാം എന്നിങ്ങനെ അനുമോൾ പറയാട്ടോ. പക്ഷേ തൊട്ടപ്പുറത്ത് എന്തായാലും അലോക ഇറങ്ങുമോ, പുറത്തിറങ്ങാൻ പറ്റുമോ, നല്ലൊരു വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അച്യുതൻ. എന്നാലും അവർക്ക് സംശയമുണ്ട്, കാരണം അനുമോളുടെ മൊഴി അത്രയ്ക്ക് സ്ട്രോങ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ബാലൻ നല്ല ധൈര്യം അനുമോൾക്ക് കൊടുക്കും. അനുമോളെ കൊണ്ട് ഒരിക്കലും മൊഴി മാറ്റി പറയാനോ കേസ് പിൻവലിപ്പിക്കാനോ ഒരിക്കലും ബാലൻ ശ്രമിക്കില്ല എന്നുള്ള ഒരു പേടി നമ്മുടെ അച്യുതനും രാജശ്രീക്കും ഉണ്ട് കേട്ടോ. മകൻ തിരിച്ചു വന്ന ഉടനെ എത്രയും വേഗം കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ അവൻ്റെ മാനസിക നില തെറ്റിപ്പോവും, അവനൊരു ആശ്വാസം കിട്ടണമെങ്കിൽ ഒരു വിവാഹം വേണം എന്നൊക്കെ രാജശ്രീ പറയുകയാണ്. ഇനി ഇറങ്ങാൻ പറ്റിയില്ലേ, ഇനി അവൾ കൊടുക്കുന്ന മൊഴിയിൽ ജയിലിലായി പോവോ എന്നൊക്കെ രാജശ്രീ പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ അച്യുതൻ പോയി സമാധാനപ്പെടുത്താണ്, അങ്ങനെയൊന്നും വരില്ല, നീ കരയേണ്ട, സമാധാനപ്പെട്, അവരുടെ വക്കീൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല മിടുക്കനായിട്ടുള്ള വക്കീലാണ് എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചേക്കുന്ന ആൾ മോശമൊന്നുമല്ല, ഉറപ്പായിട്ടും നമുക്ക് അലോകനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദിതയും അനന്തനും ഇതേപോലെ തന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നന്ദിത പറയുന്നുണ്ട്, അലോകിന് ശിക്ഷ കിട്ടണം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദേവമംഗലത്തുകാരോടുള്ള ഇപ്പോൾ അച്യുതൻ്റെ വൈരാഗ്യം കൂടും. പോരാഞ്ഞിട്ട് ആര്യൻ എപ്പോഴും വഴക്കാണല്ലോ അലോകമായിട്ട്, അതുകൊണ്ട് ആര്യന് നേരെ തിരിയും. ആര്യനോട് ഇപ്പോൾ ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടല്ലോ അനന്തന്, കാരണം മിത്രയുടെ കാര്യം വെച്ചിട്ട്. അങ്ങനെ വന്നാൽ മിത്രയ്ക്കാണ് അതിൻ്റെ ആപത്ത്. അതുകൊണ്ട് അലോക് ജയിലിൽ പോകാൻ പാടില്ല എന്നാണ് ആനന്ദം പറയുന്നത് കേട്ടോ. പക്ഷേ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണ്ടേ, അനുമോളെ നന്നായിട്ട് ദ്രോഹിച്ചിട്ടുണ്ടവൻ, അതുകൊണ്ട് അതിന് ശിക്ഷ അനുഭവിക്കണമെന്നാണ് നന്ദിത പറയുന്നത് കേട്ടോ. എന്നാലും അച്യുതൻ്റെ പക കൂടുമല്ലോ എന്ന് വിചാരിച്ച് അത് വേണ്ടാന്ന് വെക്കുകയാണ്. എങ്ങനെയെങ്കിലും നമുക്ക് ആര്യനെയും മിത്രനെയും തിരിച്ച് വിളിക്കണമെന്ന് അവരും പറയാം. അപ്പോൾ അനന്തം പറയുന്നുണ്ട്, അങ്ങനെ ആര്യനെ വിളിക്കാനൊന്നും പറ്റത്തില്ല, ആര്യൻ തിരിച്ച് വരത്തുമില്ല. പക്ഷേ മിത്രയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു, പറ്റുമെന്നറിയില്ല, നമുക്ക് ശ്രമിക്കാം. അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ഇവിടെ അച്യുതനും രാജശ്രീയൊക്കെ പറയുന്നുണ്ടല്ലോ മിത്രയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമുക്ക് അലോകിൻ്റെ കേസ് കഴിയട്ടെ എന്താണെന്ന്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവരെ തിരിച്ച് വിളിക്കണോ വേണ്ടെന്നുള്ള ആലോചിക്കാമെന്ന് അവർ. അപ്പം കടയിൽ ഗോമതി സ്റ്റോറിലൊരു ക്യാമറ വെച്ച പ്രകാരം അവിടെ കൗണ്ടറിൽ ആരൊക്കെ വരുന്നു, ക്യാഷ് എന്നൊക്കെ എടുക്കുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആനന്ദ് കേട്ടോ. ആനന്ദ് നോക്കുമ്പോൾ അന്ന് ഉദയഭാനു വന്നിട്ടുണ്ട്, ക്യാഷ് ഡ്രോ തുറന്നിട്ടുണ്ട്, കാശൊന്നും എടുത്തിട്ടില്ല, ഇതൊക്കെ ഇയാൾ കാണുന്നുണ്ട്. അപ്പോൾ ദേവിയും വന്ന് സംസാരിക്കണം, ദേവി ഇത് അറിയണില്ല. ദേവി വന്ന് ചോദിക്കാണ്ട്, നമ്മുടെ നാളത്തെ കേസ് അനുമോളുടെ അത് നമ്മൾ തന്നെ ജയിക്കുമായിരിക്കും അല്ലേ? അപ്പം ആനന്ദ് പറഞ്ഞിട്ട്, നമ്മൾ തന്നെ ജയിക്കും, അല്ലാതെ വേറെ എവിടെ പോവാൻ. ഈ നമ്മൾ എന്ന് പറയുമ്പോൾ ദേവിക്കൊരു സംശയം, തന്നെ ഒഴിവാക്കിയിട്ടാണോ സംസാരിക്കണേന്ന്. എന്നാൽ ദേവി അറിയാൻ വേണ്ടിയിട്ടും ദേവിയുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ, ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ച് നമ്മുടെ ആനന്ദ്. തിരിച്ച് ദേവിയും പറയാണ്, അതെ ആനന്ദേട്ടാ, നമ്മുടെ അനുമോൾ ഇത്ര നാളായി തിരിച്ച് കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോരാഞ്ഞിട്ട് ആനന്ദിൻ്റെ ഈ മാറ്റത്തെക്കുറിച്ചും ദേവി ചോദിക്കുകയാണ്. ആനന്ദേട്ടൻ നേരത്തെ എന്നോട് നല്ല ദേഷ്യത്തിലായിരുന്നില്ലേ, ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്, ഇത് ശരിക്കും സത്യമാണോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പം ആനന്ദ് പറഞ്ഞിട്ട്, അതെ, എനിക്ക് നേരത്തെ അങ്ങനെ കൊണ്ടായിരുന്നെങ്കിലും ഇപ്പം നിന്നോട് ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നും പറയാം. പക്ഷേ ആനന്ദ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, അവൾ കള്ളി അഭിനയിക്കുകയാണ് എൻ്റെ അടുത്ത്, ഇതേ അഭിനയം നേരത്തെയും ഇതുപോലെയൊക്കെ പലതും എന്നോട് കാണിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ വിശ്വസിച്ചു, ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ലടി, നിന്നെ എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വയ്ക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കണം കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ബാലൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. വിചാരണ നടക്കുന്ന ആ ദിവസം അനുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ചിട്ട് ഇന്ദിരാമ്മയെ കാണുകയാണ്. അലോകിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അവരും അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ബാലനെ കാത്തു നിൽക്കുകയാണ്. ബാലനോട് അപേക്ഷ പോലെ പറയുന്നുണ്ട്, ഈ കേസ് പിൻവലിക്കാൻ പറ്റുമോ, അനുമോളുടെ മൊഴി മാറ്റി പറയാൻ പറ്റുമോ, എൻ്റെ പേരക്കുട്ടിയല്ലേ അവൻ, അപ്പോൾ അവന് വേണ്ടിയിട്ട് അവനെ ഇങ്ങനെ ജയിലിൽ കിടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ബാലനും തിരിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മേ
അമ്മയുടെ പേരക്കുട്ടിയാണ് അവനെങ്കിലും അവൻ ചെയ്തത് വലിയ തെറ്റല്ലേ? പക്ഷേ ഇത് എൻ്റെ മകളാണ്, അവളോടാണ് ചെയ്തത്. അവളെ വീട്ടിലെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് എന്ത് സന്തോഷമായിരുന്നു നമ്മുടെ വീട്. ഇപ്പോൾ അവൾ ആകെ ശരിക്കും പറഞ്ഞാൽ മാനസിക തിലങ്ങ് തകർന്നതുപോലെ അവൾ ജീവിക്കുന്നത്. അത് കണ്ടുകൊണ്ട് ഞാൻ അവളെ ഉപദ്രവിച്ചവനെ ശിക്ഷ വാങ്ങി കൊടുക്കണ്ടേ? അതൊരു അച്ഛൻ്റെ കടമയല്ലേ? ഇനി എനിക്ക് പേരക്കുട്ടിക്ക് വേണ്ടി അമ്മ സംസാരിക്കുന്നു, പക്ഷേ എൻ്റെ മകനാണിത് ചെയ്തെങ്കിൽ പോലും ഞാൻ ശിക്ഷ വാങ്ങി കൊടുക്കുക തന്നെ ചെയ്യും. ഇതിൽ നിന്ന് ഒരു പിന്മാറ്റവും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ പോവാട്ടോ. അവരുടെ അപേക്ഷയൊക്കെ നിരസിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കോടതിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വീണ്ടും അനുമോൾക്ക് ഒന്നും കൂടെ ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, വക്കീൽ ചോദിക്കുന്നതിൻ്റെ കറക്റ്റ് ആൻസർ മാത്രം നീ പറഞ്ഞാൽ മതി. എന്തെങ്കിലും അല്ലായ്ക ഉണ്ടെങ്കിൽ മാത്രമേ നീ അതിന് മറുപടി പറയാനുള്ളൂ, ബാക്കിയെല്ലാം നീ സമ്മതിക്കണം. എന്നിട്ട് വക്കീൽ അനുമോളോട് പറയാണ്, മോളെ ഈ തന്നിരിക്കുന്ന മൊഴിയിൽ എന്നും മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും സ്വാധീനിച്ച് നിന്നെക്കൊണ്ട് എഴുതിച്ചതാണോ, നീ അങ്ങനെയാണോ നീ പരാതി കൊടുത്തതെന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അവിടെ നീ പതറിപ്പോയാൽ ചിലപ്പോൾ നിനക്കായിരിക്കും ശിക്ഷ കിട്ടുന്നത്, അലോകിനായിരിക്കില്ല എന്ന് പറയാട്ടോ. അപ്പോൾ അനുമോളൊന്ന് പേടിക്കുകയാണ്. ബാലൻ പറഞ്ഞിട്ട് അങ്ങനെ കള്ളത്തരമൊന്നും നമ്മൾ എഴുതിയിട്ടില്ലല്ലോ മോളെ, സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ നമ്മളതിൽ എഴുതിയിരിക്കുന്നത്, നീ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് യാതൊരു ഇത് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കോടതിയിലേക്ക് പോകുന്നത് കേട്ടോ. അവിടെ വിചാരണ നടക്കുന്ന സമയത്ത് തന്നെ അനുമോൾ കൊടുത്തിരുന്ന മൊഴി വായിച്ച് കേൾപ്പിക്കുകയാണ്. അതെല്ലാം സത്യസന്ധമാണെന്ന് അനുമോൾ പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് സത്യമാണോ, ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടോ എന്ന് തിരിച്ച് അലോകിനോടും ചോദിക്കുമല്ലോ. അതുപോലെ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ പ്രതിക്ക് നിരസിക്കാമല്ലോ, ഇതിങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇതൊക്കെ കള്ള കേസാണെന്ന്. പക്ഷേ ആ സമയം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അലോക് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മിണ്ടാതിരിക്കണം, എന്ത് പറയണമെന്ന് അറിയാണ്ട് ആകെ തകർന്നു പോയി. അതാണ് പ്രമോയിലൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.